ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്ന ക്ലാസ് 9 ചാപ്റ്റർ 1 സമവാക്യ ജോഡികളാണ്. ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിൽ പേസ് ഓഫ് ഇക്വേഷൻ എന്നാണ് പേര്. ഓക്കെ, ഇതിനകത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഒരു പാർക്കിംഗ് സ്ഥലത്തുള്ള കാറുകളുടെയും ഓട്ടോറിക്ഷകളുടെയും ആകെ എണ്ണം 95ഉം അവയുടെ ചക്രങ്ങളുടെ എണ്ണം 305ഉമാണ്. കാറുകളുടെ എണ്ണം എക്സ് എന്നും ഓട്ടോറിക്ഷകളുടെ എണ്ണം വൈ എന്നും സൂചിപ്പിച്ചാൽ തന്നിട്ടുള്ള വിവരങ്ങൾക്കനുസരിച്ച് സമവാക്യം രൂപീകരിക്കുക. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. കാറുകളുടെയും ഓട്ടോറിക്ഷകളുടെയും എണ്ണം എത്രയാണ്? ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്നാണ് ഞാനിവിടെ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ കാറുകളുടെ എണ്ണം എത്ര എടുക്കണം? എക്സ് എന്ന് എടുക്കുക. അതുപോലെ ഓട്ടോറിക്ഷകളുടെ എണ്ണം എത്ര എടുക്കുക? വൈ എന്ന് എടുക്കുക. അപ്പം ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? കാറുകളുടെയും ഓട്ടോറിക്ഷകളുടെയും എണ്ണം തന്നിട്ടുണ്ട് അല്ലേ, 95. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ എഴുതണം? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 95. ഇതായിരിക്കണം നമ്മുടെ ഒന്നാമത്തെ സമവാക്യം. രണ്ടാമത്തെ സമവാക്യം എങ്ങനെ വരും? അവയുടെ ചക്രങ്ങളുടെ എണ്ണം 305 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാറിൻ്റെ അല്ലേ എഴുതിയത്. കാറിന് എത്ര ചക്രമുണ്ട്? 4. അപ്പോൾ 4x എന്ന് എഴുതാം. അതുപോലെ ഓട്ടോറിക്ഷയ്ക്ക് എത്ര ചക്രമുണ്ട്? 3. അപ്പോൾ 3y എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ മൊത്തം എത്രയാണ്? 305 എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സമവാക്യം കിട്ടി. ഇതാണ് നമ്മുടെ ആദ്യത്തെ ആൻസർ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണ്? കാറുകളുടെയും ഓട്ടോറിക്ഷകളുടെയും എണ്ണം കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ സമവാക്യം നോക്കുക. നമ്മൾ ഈ സമവാക്യം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 95 എന്നും 4x + 3y = 305 എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഈ എക്സിൻ്റെയും രണ്ട് വേരിയബിൾസ് നോക്കുക. പക്ഷേ അത് വ്യത്യാസമുണ്ടല്ലോ. അതായത് സെയിം ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സ് വേരിയബിളോ വൈ വേരിയബിളോ സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് ഡയറക്റ്റ് നമുക്കിതിനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് ഞാനിവിടെ ചെയ്യുന്നത് ഫസ്റ്റ് ഇക്വേഷനെ ഞാൻ 3 വെച്ച് എന്ത് ചെയ്യണം? ഞാനിപ്പം ആക്കാൻ പോകുന്നത് വൈ എന്ന വേരിയബിളിനെ സെയിം ആക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഫസ്റ്റ് ഇക്വേഷനെ 3 വെച്ച് ഗുണിക്കുന്നു. ഓക്കെ, അപ്പം ഈ ഇക്വേഷൻ എങ്ങനെ വരും? 3x + 3y = 95നെ 3 വെച്ച് ഇതിനെ ഈ ഈക്വൽ ടു ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം? 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് 285 കിട്ടും. അപ്പോൾ നമുക്ക് പുതിയ ഇക്വേഷൻ കിട്ടി. അതിന് മൂന്നാമത്തെ ഇക്വേഷൻ എടുക്കാം. രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ മാറ്റിയില്ല, അത് അതേപോലെ തന്നെ താഴേക്ക് എഴുതണം. ഓക്കെ, അപ്പോൾ 2 ഇക്വേഷനായി. ഇനി ഇത് രണ്ടും എന്ത് ചെയ്യണം? അപ്പോൾ 3 ഇവിടെ നോക്കിയേ, ഇവിടെ എന്ത് വ്യത്യാസം വന്നേ? 3y ഒരുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കുറച്ചാണ്. നമ്മളിവിടെ ചെയ്യുന്ന കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നും മൂന്നാമത്തെ ഇക്വേഷൻ നമ്മൾ കുറയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ 4x നിന്ന് 3x കുറച്ച് എത്ര കിട്ടും? എക്സ് കിട്ടും. ഈക്വൽ ടു ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. 305 നിന്ന് 285 കുറച്ചാൽ എത്ര കിട്ടും? 20. കണ്ടോ? അപ്പം എക്സ് എന്നെടുത്തിരിക്കുന്നത് എന്താണ്? കാറിൻ്റെ എണ്ണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കാറിൻ്റെ എണ്ണം 20 എന്ന് നമുക്ക് കിട്ടി. ഇനി ഈ 20 എന്ന ഈ ഒരു വാല്യൂ ഇനി എന്ത് കൊടുക്കണം? എവിടെ കൊടുക്കണം? ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ തന്നെ എടുക്കുവാണ്. ഈ ഒരു ഇക്വേഷൻ എടുക്കുന്നു. അതിലേക്ക് നമ്മൾ ആ കിട്ടിയ ഉത്തരം എക്സ് എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുന്നു, 95. ഇനി വൈ കിട്ടണം. വൈ എന്താ? ഓട്ടോറിക്ഷയുടെ എണ്ണമാണ്. അപ്പം 95. ഈ 20നെ ഈക്വൽ 20 ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകും, -20 ആവും. അപ്പോൾ വൈയുടെ വാല്യൂ എത്രയാവും? 95 - 20, അതായത് 75 എന്നായിരിക്കും വൈയുടെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഓട്ടോറിക്ഷയുടെ എണ്ണം എത്ര കിട്ടി? ഓട്ടോറിക്ഷയുടെ എണ്ണം 75 കിട്ടി. ഓക്കെ, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് മിക്കവാറും ക്ലാസ് 9 മിഡ് ടേം എക്സാമിന് വരുന്നത്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഇനി നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ അക്കൗണ്ട് എല്ലാവരും ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്.